ഹലോ, ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും മറ്റൊരു ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കമേഴ്സ് ആയിട്ട് കാനഡയിൽ വന്നിട്ടുള്ളവർക്ക് ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ ഒരു അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ആദ്യമായിട്ട് ഇവിടെ കാനഡയിലേക്ക് വരുന്നത്, കാനഡ എന്ന് മാത്രമല്ല ഏത് രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് പെട്ടെന്ന് ഓടിപ്പിടിച്ച് ഒരു വീട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. വീട് വാങ്ങിക്കുകയാണെങ്കിലും റെന്റ് എടുക്കുകയാണെങ്കിലും എന്തായാലും നമ്മൾ എന്തൊക്കെ നെസസിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ടു ബേസിക് നീഡ്സ് ആൻഡ് നെസസിറ്റീസ്. അതായത് നമ്മളിപ്പോ ഒരു വീട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കോമഡേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ വീട് സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അടുത്ത് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരു പച്ചക്കറി മേടിക്കാൻ പോകണമെങ്കിൽ അടുത്ത് ഗ്രോസറി സ്റ്റോർസ് വേണം. അതായത് വാൾമാർട്ട്, കോസ്കോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പൊ ഒരു വീട്ടിലൊരു കാറൊക്കെ ഉള്ളൂ, ഇനിയിപ്പോ കാറില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ബസ് സ്റ്റോപ്പ് അടുത്താണ് അല്ലെങ്കിൽ ബസ് സർവീസ് ഉള്ളൊരു അടുത്താണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീടെടുക്കാനായിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ട്രാൻസിറ്റ് സർവീസസ്, പബ്ലിക് റൂട്ട്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഗ്രോസറി സ്റ്റോഴ്സ്, അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആരാധനാലയങ്ങളോ ചർച്ചോ അങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ബേസിക് നെസസിറ്റീസ് പെടുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്തുണ്ടെങ്കിൽ നമുക്ക് ആ അക്കോമഡേഷൻ ഓക്കെയാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതായത് ഇനിയിപ്പോൾ പിള്ളേരുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണ് ഈ ഒരു അക്കോമഡേഷൻ നോക്കുന്നതെങ്കിൽ, അതായത് തൊട്ടടുത്ത് കോളേജോ അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്കൂളോ കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും അതുപോലെ നമുക്ക് പഠിക്കാൻ പോകാനും ഒക്കെ ആയിട്ട് നമുക്ക് വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ട് വരില്ല. അതായത് നമ്മളിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെയോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിനെയോ ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല. നമുക്ക് ഇതിലുള്ള പ്രധാന അഡ്വാൻറ്റേജ് തന്നെ രണ്ടാണ് കാര്യം. ഒന്നാമത് നമുക്ക് നമ്മൾ താമസിക്കുന്നത് കോളേജിന്റെ അടുത്തോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് അടുത്താണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം അടുത്താണെങ്കിൽ. അപ്പൊ നമുക്ക് മാക്സിമം ഒരു 10-15 മിനിറ്റ്സിനുള്ള പോയി വരാം. അതുപോലെ തന്നെ ഇനി ബസ് സർവീസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് അതിൽ പ്രശ്നങ്ങളില്ല. ഇനി ബസ് സർവീസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം കോസ്റ്റ് നമുക്ക് ലാഭിക്കാം, ടൈമിൽ ലാഭിക്കാം, അധികം പൈസ ചെലവ് വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന കോളേജിൽ നിന്നാണെങ്കിൽ കോളേജ് പാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. ഇതാണ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ കോളേജിന് അടുത്തുള്ള ജിം ഫെസിലിറ്റീസും റീക്രിയേഷണൽ ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോളേജിന് അടുത്ത് തന്നെയാണ് വീടെങ്കിൽ. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇപ്പം നമുക്ക് അതായത് അത്യാവശ്യം ജോലി കിട്ടേണ്ട സംഭവങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നല്ലതായിരിക്കും. അതായത് ജോലിക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സർവൈവൽ ജോബൊക്കെയാണ് നോക്കുന്നത് എങ്കിൽ, അതായത് ടിം ഹോട്ടൽസ്, ബർഗർ കിങ്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഷോപ്പിംഗ് മോള്, അങ്ങനെയുള്ള ഭയങ്കര അത്യാവശ്യം എന്താ പറയാ ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് കിട്ടാനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയും കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോ ഹെൽത്ത് കെയർ അങ്ങനെയൊക്കെ ഒരു ഏരിയാസ് ആണെങ്കിൽ തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്കിപ്പോ കോളേജിന് അടുത്താണെന്നാണ് വീടെങ്കിൽ നമുക്ക് ഓൺ ക്യാമ്പസോ അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് ജോബ്സ് നമുക്ക് കിട്ടും. അതൊക്കെ പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ സമ്മർ ടൈം അല്ലെങ്കിൽ ബ്രേക്ക് ടൈം നമുക്ക് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് പാർട്ട് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ സെക്യൂരിറ്റി ജോബ്സ് ഉണ്ട്, അതുപോലെ റെസ്റ്റോറന്റ് ജോബ്സ് ഉണ്ട്, കാഷ്യറിംഗ് ഉണ്ട്, സെയിൽസ് സൊസൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു സ്വന്തമായിട്ട് കാർ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഊബർ ഓടിച്ച് നമുക്ക് ഡെലിവറി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് റെന്റ് കാർ ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആണ്. അതായത് ഇപ്പം ആദ്യം ഒരു പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് എങ്കിൽ ഈ ഒരു എക്സ്പെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് ആദ്യം പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം കുറച്ച് സ്മൂത്ത് ആവും. അത് മാത്രമല്ല നമ്മുടെ എക്സ്പെൻസ് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലം ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് അല്ലെങ്കിൽ ഒരു 7 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ നമുക്ക് ഊബർ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കേണ്ടി വരും. അതേ സമയത്ത് നമുക്ക് അടുത്താണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാൾമാർട്ട്, കോസ്കോ
അതായത് നമുക്ക് സാധനങ്ങൾ മേടിക്കേണ്ട സ്ഥലങ്ങളും അടുത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ഊബർ അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ നമുക്ക് ആഴ്ചയിൽ പോയി വന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ എക്സ്പെൻസും ഒരു പരിധിവരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ന്യൂ കമർ ആയിട്ട് വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ നമ്മൾ കോസ്റ്റ് വൈസ് ഒക്കെ കമ്പയർ ചെയ്ത് ഏറ്റവും കുറവില് നമ്മൾ സാധനങ്ങൾ നോക്കാനും അങ്ങനെ ബജറ്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഒന്ന് എക്സ്പെൻസ് ഒക്കെ നമ്മളൊന്ന് മീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരാളാണെങ്കിൽ നമുക്ക് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഡീൽസ് വരണം. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇന്ന ദിവസം നല്ല ഡിസ്കൗണ്ട്സും ഡീൽസും ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ചില സ്ഥലത്ത് ചില മാസങ്ങളിൽ ഇന്ന ദിവസങ്ങളിൽ ഒരു പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ പബ്ലിക് ഹോളിഡേസിലൊക്കെ നല്ല ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ പോയി ഇപ്പോൾ ഡ്രസ്സും ജാക്കറ്റ്സും ഒക്കെ വാങ്ങാൻ നമുക്ക് സ്പെഷ്യൽ അങ്ങനത്തെ ഓഫർ ഡേ ഉള്ള ദിവസം നമ്മൾ പോയി വാങ്ങിയാൽ നമുക്ക് അതിന് നല്ല കുറവിൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ അതുപോലെ തന്നെ ബോക്സിന്റെ ഒക്കെ വരുന്ന സമയത്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് വില കുറവുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരോ ഫുഡ് ഐറ്റംസിനൊക്കെ നമുക്ക് ചില നമുക്ക് ക്ലിയറൻസിലൊക്കെ നല്ല ഫുഡ് ഐറ്റംസ് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അതുപോലെ തന്നെ വേറെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ തന്നെ ഓരോരോ സ്റ്റോറിലൊക്കെ അവരുടെ ഡീൽസും അതുപോലെ കൂപ്പൺസും അതുപോലൊക്കെ അവരുടെ എന്താ പറയാ, ഇപ്പോൾ നമുക്ക് ചില ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂപ്പൺസ് ഒക്കെ കിട്ടും അവരുടെ തന്നെ ആപ്പുകളിൽ, ഓൺലൈൻ ആപ്പുകളിൽ. അപ്പൊ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പൈസ മാക്സിമം സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണം, ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് അതിലൂടെ യൂസ് ചെയ്ത് അവരുടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറോ കൂപ്പൺസ് ഒക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാം. ഇതൊക്കെ ന്യൂ കമേഴ്സിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ യൂസർ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ സാലറി ഇൻകത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ എക്സ്പെൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ പ്രയോറിറ്റീസ് ആണ്. അതായത് ഇപ്പോൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഇപ്പോൾ നമുക്ക് ചിലവര് ജിമ്മ് ഭയങ്കര, അതായത് കായിക ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് ജിമ്മും കാര്യങ്ങളും അല്ലെങ്കിൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്ക് അങ്ങനെയും ഒരു എന്താ പറയാ മെന്റൽ പീസും നമുക്കൊരു റിലീഫ് കിട്ടും. അപ്പൊ ആ ഒരു സംഭവം കൂടെ നമ്മൾ കുറച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അത് ഈ ഒരു ആദ്യം മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊക്കെ മോസ്റ്റ്ലി സിറ്റി സൈഡ് ആണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു ആക്സസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി വെൽ എക്സ്പോഷറുള്ളതായിരിക്കും. അതിപ്പോ നമുക്കിപ്പോ ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പോൾ ഒരു റെസ്റ്റോറന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് മോൾ ആണെങ്കിലും അതുപോലെ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉള്ള ഏരിയാസ് ആണെങ്കിലൊക്കെ സിറ്റി സൈഡിൽ കൂടുതലുണ്ടാവും, എന്നാൽ വില്ലേജ് സൈഡിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സിറ്റി സൈഡും അതുപോലെ തന്നെ വില്ലേജ് സൈഡും ഇഷ്ടപ്പെടുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് ചിലവർക്ക് താമസിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എന്നാൽ അധികം ക്രൗഡഡ് അല്ലാത്ത ഏരിയ ആണ് ചില ആൾക്കാർക്ക് താമസിക്കാൻ ഇഷ്ടം. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ എനിക്കിഷ്ടം ഭയങ്കര എന്താ പറയാ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പക്ഷെ എന്നും അത് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമുക്ക് ആക്സസ് ആയിരിക്കണം എല്ലാ സാധനങ്ങളും. അത് രണ്ടും കൂടെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സിറ്റി സൈഡ് ആണെങ്കിലും വില്ലേജ് സൈഡ് ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ വില്ലേജ് സൈഡ് ആണെങ്കിൽ ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇപ്പൊ നമുക്ക് സിറ്റി, അപ്പോൾ ചിലർക്ക് തോന്നും സിറ്റി സൈഡ് ആണോ നല്ലത് താമസിക്കാൻ, അതുപോലെ തന്നെ ജോലിക്കായാലും എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്കായാലും സിറ്റി സൈഡ് ആണോ നല്ലത്, അതുപോലെ വില്ലേജ് സൈഡ് ആണോ നല്ലത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് സിറ്റി സൈഡിലുള്ളപ്പോൾ ഉള്ള ഗുണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ വില്ലേജ് സൈഡിലുള്ളപ്പോൾ എന്താണ് ഗുണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സിറ്റി സൈഡും വില്ലേജ് സൈഡിലെ സിറ്റി സൈഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ സിറ്റി സൈഡിലാണെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്കും അതുപോലെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആയാലും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആക്സസ് ടു ബേസിക് നെസസിറ്റീസ് ആൻഡ് നീഡ്സ് ആയാലും, അതല്ലാതെ നമുക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് ആയാലും കൂടുതൽ പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് സിറ്റി സൈഡിനാണ്. കാരണം അവിടെയൊക്കെ നമുക്ക് വെൽ എക്സ്പോഷർ ഉണ്ടാവുന്നത്. ഇനി വില്ലേജ് സൈഡിലേക്കാണെങ്കിൽ വില്ലേജ് സൈഡ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര കോം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് ഒക്കെ വളരെ കുറവായിട്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ അറ്റ്മോസ്ഫിയർ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വായുവും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. കാണാൻ വളരെയധികം ഭംഗിയായിരിക്കും. നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. പക്ഷെ ഇതിന് നെഗറ്റീവ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റി സൈഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എന്താ പറയാ ഓരോ സ്ഥലത്തേക്ക് റീച്ച് ചെയ്യാൻ അധികം നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വില്ലേജ് സൈഡ് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഭയങ്കര ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല വില്ലേജ് സൈഡിലാണെങ്കിൽ നമുക്ക് ബജറ്റിനെ ഫോക്കസ് ചെയ്തുള്ള ലൈഫാണ് നമ്മുടെ വെച്ചാൽ ബജറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല എക്സ്പെൻസും വില്ലേജ് സൈഡിൽ കുറവായിരിക്കും സിറ്റി സൈഡിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ
ഇപ്പോൾ ന്യൂ കമറായിട്ട് ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആസ് എ PR ഹോൾഡർ ആയിട്ട് നിങ്ങൾ കാനഡയിൽ വരുമ്പോൾ വില്ലേജ് സൈഡ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്കുള്ള പോസിറ്റീവ്സ്. ഇനി സിറ്റി സൈഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും എഡ്യൂക്കേഷണൽ കാര്യങ്ങളൊക്കെ സിറ്റി സൈഡിൽ വില്ലേജ് സൈഡിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പൊ നിങ്ങൾ വരുന്നതനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വില്ലേജ് സൈഡിൽ പിന്നെ നമ്മൾ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തും ആക്സസിബിൾ ആയിരിക്കണം എന്നില്ല. അതായത് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് പോയി നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വില്ലേജ് സൈഡിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് എത്തണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ ആ നേരത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു കാർ ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തേണ്ടത് വരും. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ. ഇത്രയുമാണ് നമ്മുടെ ന്യൂ കമർ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെക്ക് ലിസ്റ്റിന്റെ കാര്യങ്ങൾ. അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. അതായത് അക്കോമഡേഷന് ജസ്റ്റ് കുറച്ചായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് കുറെ പോയിന്റ്സും പിന്നെ എങ്ങനെ നമ്മൾ നല്ലൊരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യാം, അതിനുള്ള ആപ്പും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതിലാണെങ്കിൽ നമ്മൾ എങ്ങനെ നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാം, എന്തൊക്കെയാണ് സൈറ്റുകൾ ഉള്ളത്, അതുപോലെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെന്ന് വീഴാവുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ കറന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതല്ലാണ്ട് കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തല്ലി പൊട്ടിക്കുക. അതെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ടോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം, അതിന്റെ സജഷൻ ആവശ്യമുണ്ട്, ക്വയറീസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്താൽ മതി. നമ്മൾ നോക്കിയിട്ട് വേണ്ട ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളെ സഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് താങ്ക്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Have a great one. Be positive, stay happy.